ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കാസർഗോഡ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. എനിക്ക് ഇവളുടെ ഫേസ് കാണുമ്പോൾ ഇപ്പോൾ ചിരി വരുന്നു. ഇതെന്താണെന്നറിയില്ല. ടാറ്റാക്ക് വിധുൻ. അമ്മയും ഉണ്ട്, പിന്നെ അമ്മയും ഉണ്ട്, രണ്ടാളും ഉണ്ട് ഒന്നിച്ചിട്ട്. കുമ്പള വരെ നമ്മൾ ഓട്ടോയിൽ വന്നിട്ട് കുമ്പളയിൽ നിന്ന് നമ്മൾ ബസ്സിലാണ് പോകുന്നുള്ളത്. അപ്പോൾ KSRTC ബസ്സിൽ ആദ്യമായിട്ടാണ് ഇവളെയും കൊണ്ട് പോകുന്നത്. ബാക്ക് സീറ്റിൽ ഒരാൾ ബിസ്ക്കറ്റോ ചോക്ലേറ്റോ അങ്ങനെ എന്തോ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവൾ ഇടയ്ക്ക് അത് നോക്കുന്നതാണ്. നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡ് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് ഫാത്തിമയിലേക്കായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് പാൻസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നെയ്റ്റിയും കുറച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്രോക്ക് നെയ്റ്റി നോക്കുന്നുള്ളതാണ്. അപ്പോൾ അമ്മ എനിക്ക് വേണ്ടിയിട്ട് ഫ്രോക്ക് നൈറ്റി സെലക്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇവളിതാ അവിടെയുള്ള ആളോട് ഭയങ്കര കമ്പനിയായി. എടുത്തു എടുത്തു എടുത്തു. ഇവളിതാ ഡ്രസ്സും പിടിച്ചിട്ട് ഡ്രസ്സ് ഇടാൻ നോക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടോപ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ആ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടാൾ ഇന്നാണ് നേരിട്ട് കാണാൻ പറ്റിയത്. ഇതുവരെ വീഡിയോസിൽ മാത്രമേ അയാളെ കണ്ടിട്ടുള്ളൂ. വെള്ളം വേണോ കുടിക്കാൻ? വെള്ളം വേണം, വേണം, വെള്ളം വേണം. വെള്ളം കുടിക്കും. പിടിച്ചോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങുവാണ്. കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചെരുപ്പ് വാങ്ങാൻ വന്നതാണ്. അപ്പോൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ചെരുപ്പ് പൊട്ടിക്കഴിഞ്ഞിട്ടേ വേറെ ചെരുപ്പ് വാങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മുമ്പേ അങ്ങനെ തന്നെയായിരുന്നു. ചെരുപ്പ് യൂസ് ചെയ്തിട്ട് അത് പൊട്ടുന്നതിനേക്കാളും മുമ്പേ വേറെ ചെരുപ്പൊക്കെ വാങ്ങാറുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഓരോ ചെരുപ്പും ട്രൈ ചെയ്യുവാണ്. അവസാനം എനിക്ക് ഈ ഒരു ചെരുപ്പാണ് ഇഷ്ടപ്പെട്ടത്. ഇതിനു മുമ്പ് കാണിച്ച ചെരുപ്പും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 ചെരുപ്പും വാങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് മീറ്റായിരുന്നു. അച്ഛനും അമ്മയും നമുക്കൊന്ന് ഡോക്ടറെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവളെ കണ്ടതിൽ അവർക്കും സന്തോഷമായി. കാരണം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു ഞാൻ ഇവിടെ വന്നിട്ട്, എൻ്റെ വീട്ടിൽ വന്നിട്ട്. അച്ഛനും അമ്മയും ഡോക്ടറെ കാണിച്ചിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ ഇവളും അവരൊന്നിച്ചിതാ പോവുകയാണ്. ടാറ്റയൊക്കെ ആക്കുന്നുണ്ട്. അപ്പോൾ അവരൊന്നിച്ച് പോകാൻ വേണ്ടിയിട്ട് ഇവൾ കരയുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഫുള്ളി അൺഎക്സ്പെക്റ്റഡ് ആണ്. അപ്പോൾ ഇതെൻ്റെ അമ്മായിൻ്റെ ചേച്ചിയും അമ്മയും ചേച്ചിയുടെ മോളും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഡോക്ടറൊക്കെ കണ്ടിട്ട് തിരിച്ച് പോവുകയാണ്. തിരിച്ച് നമ്മൾ നേരെ പോകുന്നുള്ളത് എൻ്റെ കസിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ ഇവിടെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനാണ്, എൻ്റെ ദൊഡമ്മേൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷനാണ്. അപ്പോൾ 70th ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ വരാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഇവിടെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ വന്നിട്ട് ഫുഡ് കഴിക്കാനായിരുന്നു ഇരുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട്. ഞാനും കഴിക്കാനിരുന്നു. നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും ബട്ടർ ചിക്കനും ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു.
നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇവൾക്ക് അവർ ഫുഡ് കൊടുക്കുന്നുണ്ടായതായിരുന്നു. കാരണം ഞാനും അമ്മയും നല്ല ടയേർഡായിരുന്നു. കാരണം കുറേ ചുറ്റിയത് കൊണ്ടൊക്കെ പിന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ ഇരുന്നതായിരുന്നു. അപ്പോൾ ഇവക്കും നെയ്ച്ചോറാണ് കൊടുത്തത്. ആദ്യമായിട്ടാണ് നെയ്ച്ചോറ് കൊടുത്തത്. കുറച്ചേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല വെന്ത ചോറും ആയിരുന്നു അത്. അപ്പോൾ ഇവിടെ എല്ലാവരും ഓരോ കഥയും കേട്ടിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ഉള്ളതാണ്. പിന്നെ ഞാനും സിദ്ധുവൊക്കെ യൂട്യൂബിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായതായിരുന്നു. പിന്നെ ഇവിടെ വേറെ കുറേ ഡിസ്കഷൻസും പിന്നെ ശാലുവിനാണെങ്കിൽ ചിരി മാത്രമായിരുന്നു. സാഗർ ഫസ്റ്റ് കൈ എന്നൊക്കെ വെക്കുന്നത് ഇവയ്ക്കിത് ആദ്യമായിട്ടാണ് നെയ്ച്ചോറ് കൊടുത്തത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുത്താൽ പിന്നെ അത് തന്നെ ശീലമായി പോവും. കാരണം ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ കുഞ്ഞുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ നെയ്ച്ചോറിൻ്റെ റൈസിൽ നമ്മൾ ചോറ് വെച്ചാൽ മാത്രമേ അവൻ ചോറ് കഴിക്കുള്ളൂ. മറ്റേ സാധാ ചോറ് കഴിക്കാറില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തെയ്യത്തിന് പോയ സമയത്ത് അവിടെ ഒരു കുഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞിൻ്റെ അമ്മ ഇങ്ങനെ എന്തോ സംസാരിക്കുമ്പോൾ അവരും പറഞ്ഞു നെയ്ച്ചോറിൻ്റെ ആ ഒരു റൈസിൽ ചോറ് വെച്ചാലും പിന്നെ തൈരും ഉണ്ടെങ്കിലും മാത്രമേ ഇവള് ഫുഡ് കഴിക്കുള്ളൂ, അല്ലാതെ മറ്റേ സാധാ ചോറിൽ ചോറ് കഴിക്കാറില്ല എന്ന്. അപ്പോൾ നമ്മൾ ശീലിപ്പിച്ചാൽ അത് തന്നെ ആവും. അപ്പോൾ ഇന്ന് ഇവക്ക് കുറച്ച് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ചപ്പാത്തിയും കൊടുത്തു വെള്ളത്തിലിട്ടിട്ട്. ഡയറി മിൽക്ക് പൊട്ടിക്ക് ഒരു കഷ്ണം അത് കേറിക്കോളി. അതൊന്നും കവറല്ല. അപ്പോൾ ഇതെൻ്റെ പപ്പൻ്റെ ഏട്ടൻ്റെ വൈഫാണ്, എൻ്റെ തൊടമ്മ. അപ്പോൾ തൊടമ്മയ്ക്ക് ഒരു സർപ്രൈസ് ആയിരുന്നു. അതെല്ലാവരും മക്കളെല്ലാവരും കൂടിയിട്ട് ഫോൺ വാങ്ങിക്കൊടുത്തതായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. ഞാൻ വാങ്ങിച്ച ഫ്രോക്ക് നൈറ്റി ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഏതാ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു തരണം. അപ്പോൾ എല്ലാവരും എന്നെ നേരിട്ട് കണ്ടവർ പറഞ്ഞത് ഫസ്റ്റ് വൺ ആയിരുന്നു. അത്രയേ ഉള്ളൂ. ബായ്.